ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടത്തപ്പെടണം എന്നുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലോട്ട് വരികയാണെങ്കിൽ കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടത്തപ്പെടുമെന്ന്. അതായത് ജാതി വയസ്സുള്ള കണക്കെടുപ്പ് ഇന്ത്യയിൽ മൊത്തം നടത്തുമെന്ന്. അപ്പോൾ ഈ കാസ്റ്റ് സെൻസസ് എടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലെ തന്നെ ഒരുമിച്ച് എല്ലാവരും തന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭരണപക്ഷ പാർട്ടികളെ BJP ഇതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരിതിനെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു കാസ്റ്റ് സെൻസസിന്റെ ആവശ്യമുണ്ടോ, അതായത് എങ്ങനെ സെൻസസ് എടുക്കുമ്പോൾ റിലീജിയൻ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഒപ്പം കാസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു കോളം ആഡ് ചെയ്യണോ, അതുപോലെ തന്നെ ഈ ഒരു കാര്യം അതായത് കാസ്റ്റ് സെൻസസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ അതിലുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ അലയൻസിലുള്ള പ്രധാനപ്പെട്ട നേതാവും കൂടിയായ അഖിലേഷ് യാദവ് ഇങ്ങനെയുള്ള പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അതായത് ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് കാസ്റ്റ് സെൻസസ് നടത്തപ്പെടണമെന്ന്. അതായത് 2011 ഇന്ത്യയിൽ അവസാനമായിട്ട് ഒരു ഡെമോഗ്രാഫിക് പോപ്പുലേഷൻ സെൻസസ് മൊത്തമായും നടത്തിയത്. ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ് ഇങ്ങനെ ഒരു സെൻസസ് നടത്തുക. അപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2021 നടത്തേണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു വട്ടം അതായത് കോവിഡ് വന്നതിന് ശേഷം അങ്ങനെ കുറെ ഡിലേസ് കാരണം അത് തള്ളിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഹോം മിനിസ്റ്ററായ അമിത്ഷാ പറഞ്ഞപ്പോഴും അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതായത് എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ പോപ്പുലേഷൻ സെൻസസ് മൊത്തമായും കണക്കിലെടുക്കും. അതിനുശേഷമായിരിക്കും വൺ നേഷൻ വൺ ഇലക്ഷൻ അതെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം തന്നെ ഇതല്ല ആവശ്യം. അവര് പറയുന്നത് അത് പോപ്പുലേഷൻ കണക്ക് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ കാസ്റ്റ് സെൻസസും ഒരുമിച്ച് ആഡ് ചെയ്ത് നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കാസ്റ്റ് സെൻസസ് എടുത്തുകൊണ്ടിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 അവസാനമായിട്ട് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയത്. അതായത് ബ്രിട്ടീഷേഴ്സ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയത്. അപ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബ്രിട്ടീഷേഴ്സിന് അറിയാം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ പ്രശ്നമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ കാസ്റ്റ് സെൻസസ് എടുത്ത് ആൾക്കാരെ ഇങ്ങനെ പിരിച്ചു നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നായര് വിളിക്കുന്ന ഒരു സമ്മേളനമാണെങ്കിൽ അതിലോട്ട് തീയര് പോല, അതുപോലെ തന്നെ തീയന്മാര് വിളിക്കുകയാണെങ്കിൽ അതിലോട്ട് നായന്മാര് പോല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ SC ST വോയിസുകൾ അവിടെ ഓഫ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ബ്രിട്ടീഷേഴ്സിന് എതിരെ ഒരുമിച്ച് ഇന്ത്യൻ ജനങ്ങൾ നിൽക്കരുത് എന്ന് വലിയൊരു ആവശ്യം അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ 1931 ഇങ്ങനെ ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയത്. അതിനുശേഷം പിന്നീട് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് 1951 അതായത് ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് 1951 നമ്മുടെ പോപ്പുലേഷൻ സെൻസസ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും അതായത് അപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ ആവശ്യപ്പെട്ടതാണ് അതായത് ഇന്ത്യയിൽ കാസ്റ്റ് സെൻസസ് നടത്തണമെന്ന്. അപ്പോൾ തൊട്ട് 1951 തൊട്ട് 2011 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കോൺഗ്രസും BJP മാറി മാറി ഭരിച്ചു. അതിൽ ഏകദേശം 60-70 കൊല്ലത്തോളം കോൺഗ്രസ് ആണ് പൂർണ്ണമായി ഭരിച്ചത്. അപ്പോൾ പോലും കോൺഗ്രസ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരെ ഉണ്ടായിരുന്നപ്പോൾ പല പ്രതിപക്ഷ നേതാക്കളും ഇങ്ങനെ കാസ്റ്റ് സെൻസസ് വേണം എന്ന് പറഞ്ഞപ്പോഴും അപ്പോഴാണ് തന്നെ കോൺഗ്രസ് ഇതിനെ നെഗ്ലക്ട് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 2024 എത്തിക്കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ 2024 കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റോയിലും ഇത് തന്നെയാണ് ഉള്ളത്, അതായത് കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ മൊത്തം നടത്തുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാസ്റ്റ് സെൻസസ് ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതായത് പൊളിറ്റിക്കൽ പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ മെച്ചമുണ്ടാക്കാം എന്ന് അവർക്ക് നല്ലോണം അറിയാം. ഇതിന് ബെസ്റ്റ് ഉദാഹരണമായിട്ട് 2024 ലോക്സഭ ഇലക്ഷൻ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മതി. അതായത് 2024 ലോക്സഭ ഇലക്ഷൻ ഈ ഒരു സമയത്ത് അതായത് BJP 400 സീറ്റുകൾ കിടക്കും എന്ന് പറഞ്ഞ് BJPന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് പ്രഖ്യാപിച്ച് ആ ഒരു സമയത്തെല്ലാം തന്നെ BJPക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്, അല്ലെങ്കിൽ NDA സർക്കാരിന് മൊത്തം വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത്. അതായത് അവർ 3ാമത്തെ വട്ടം ഭരണം നിലനിർത്തി എന്നുണ്ടെങ്കിലും പക്ഷെ അവർ വിചാരിച്ചത്ര സീറ്റ് കിട്ടിയില്ല. അതായത് 2014 10 BJPക്ക് തനിച്ച് മെജോറിറ്റി ആയി ഭരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ 2024 വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതായത് NDA എന്ന് പറയുന്ന അലയൻസ് ഉണ്ടെങ്കിൽ മാത്രമോ അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതായത് ഈ കാസ്റ്റ് സെൻസസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് BJPന്റെ എപ്പോഴത്തെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തർപ്രദേശാണ്. അതായത് യോഗി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ അതായത് 80 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തർപ്രദേശ് 2014 മോഡി സർക്കാരിന് 71 സീറ്റുകളും
അതിനുശേഷം 2019 ആയപ്പോൾ 62 സീറ്റുകളും അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തർപ്രദേശ് 2024 മിനിമം 50 എങ്ങാനും കിട്ടും എന്ന് BJP ഉറച്ചു വിശ്വസിച്ചിരുന്നതാണ്. പക്ഷെ 2024 ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴാണ് BJPക്ക് വെറും 62 എന്ന് പറയുന്ന ആ വലിയ സംഖ്യയിൽ നിന്ന് 36 ചുരുങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെയാണ് കാസ്റ്റ് സെൻസസ് വർക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ UPയിൽ നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റും എന്ന് BJP സർക്കാർ ഉറച്ചു വിശ്വസിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ബഡ്ജറ്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതിൽ കഴിഞ്ഞ 10 വർഷത്തിന്റെ വളർച്ച എല്ലാ സ്റ്റേറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ റോഡ് മറ്റു കാര്യങ്ങൾ എല്ലാ വികസന പദ്ധതികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണം വാരിയെറിഞ്ഞ ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലായിരുന്നു 2024 അയോധ്യന്റെ രാമക്ഷേത്രം തുറന്നത് ഇതേ 2024 അപ്പോൾ ഈ ഫാക്ടർ എല്ലാം വെച്ചുകൊണ്ട് അവർ ജയിക്കാൻ പറ്റും എന്ന് അവർ വിശ്വസിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് അതായത് അയോധ്യയുള്ള ഫൈസാബാദിൽ അടക്കം അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതായത് 2ാം സ്ഥാനം മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ SBയുടെ സ്ഥാനാർത്ഥിയായ അവധേഷ് പ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ജയിച്ചത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് അതായത് കാസ്റ്റ് സെൻസസ് എത്രമാത്രം രാഷ്ട്രീയത്തിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് UPയിൽ OBC, SC, ST ഇങ്ങനെയുള്ള പല വിഭാഗത്തിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ചും അയോധ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് അഖിലേഷ് യാദവ് ഇവിടെ ദളിത് ഒരു നേതാവിനെയാണ് കൊണ്ടു നിർത്തിയത്, അതായത് ഈ ഫൈസാബാദിൽ. അതുപോലെ തന്നെ അഖിലേഷ് യാദവ് അവിടെ നിർത്തിയ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആരാണ് താമസിക്കുന്നത്, അതായത് ഇപ്പോൾ ദളിത് ആണെങ്കിൽ ദളിത് പാർസി വിഭാഗത്തിൽ, അതായത് പാർസി വിഭാഗത്തിലുള്ള ദളിത് ആണെങ്കിൽ അവിടെ ഒരു പാർസി നേതാവിനെ കൊണ്ടു നിർത്തും. അതുപോലെ തന്നെ SC, ST അങ്ങനെയുള്ള പല നേതാക്കളെയും അങ്ങനെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ആ നേതാക്കൾക്കെല്ലാം നല്ല രീതിയിലുള്ള അവരുടെ ആ ജാതിയിൽപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ വോട്ട് ചെയ്യുകയും മുന്നേറാനും കഴിഞ്ഞു. പക്ഷെ ഇവിടെ BJP ഇതിൽ വലിയ രീതിയിൽ മിസ് ഔട്ടായി. അതായത് BJP അവർക്ക് നേതാക്കൾ അതായത് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു നല്ലൊരു ലിസ്റ്റ് എടുത്ത് അവരവിടെ നിർത്തി. പക്ഷെ അവരിവിടെ ജാതി ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അങ്ങനെ ജാതി ശ്രദ്ധിക്കാത്തതുകൊണ്ട് UPയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി 36 ചുരുങ്ങി. അപ്പോൾ ഈ ഒരു സമയത്താണ് അതായത് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ അലയൻസിലുള്ള എല്ലാവർക്കും മനസ്സിലായി അതായത് BJPനെ എതിർക്കണമെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ് എതിർത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തായാലും അതായത് ഹിന്ദുക്കൾ മൊത്തം എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അടുത്ത ഒരു 100 വർഷത്തിന് എന്തായാലും അതായത് ഇന്ത്യയിൽ കോൺഗ്രസിനെ കൊണ്ട് വിജയിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അവർ കയ്യിലെടുത്ത ആയുധമാണ് ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത്. അതായത് ഹിന്ദുക്കൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ സ്പ്ലിറ്റ് ആയി പോകും, അതായത് മേൽജാതി കീഴ്ജാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ സ്പ്ലിറ്റ് ആവും എന്നറിയാം. അപ്പോൾ BJPനെ എതിർക്കുകയാണെങ്കിൽ കാസ്റ്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ ഹിന്ദുക്കളുടെ വോട്ടല്ലാതെ തന്നെ അങ്ങനെ കാസ്റ്റ് വൈസിൽ അതിനെ ഡിവൈഡ് ചെയ്യുകയും അതിലൂടെ ഒരു നല്ലൊരു മെച്ചം കൊണ്ടുവരാം എന്ന് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും അതുപോലെ തന്നെ ഇന്ത്യ അലയൻസിലുള്ള എല്ലാ പാർട്ടിക്കും മനസ്സിലാക്കുകയും ആ ഒരു ഫോർമുലയാണ് 2024 ഇലക്ഷനിൽ അവർ ഉപയോഗിക്കുകയും അതിൽ അവർ ഏകദേശം സക്സസ് ആയി എന്ന് പറയാം. അതായത് കോൺഗ്രസിന് 99 സീറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യ അലയൻസിന് ഏകദേശം 234 സീറ്റുകളോടെ ഒരു നല്ലൊരു വിജയം തന്നെ അവർക്ക് കിട്ടി. അതായത് 2024 BJP പ്രതീക്ഷിച്ചത്ര വിജയം അവർക്ക് കിട്ടാത്തതിന്റെ പ്രധാന കാരണവും ഈ ഒരു കാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് അതായത് കാസ്റ്റ് സെൻസസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ അതായത് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം നിർത്തിക്കൊണ്ട് BJPനെ എതിർത്തുകൊണ്ട് ഇതേപോലെ തന്നെ 2024 നല്ലൊരു വിജയത്തോടെ മുന്നോട്ട് വരാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇപ്പോൾ ഈ കാസ്റ്റ് സെൻസസിന് ആവശ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയ നേതാക്കൾക്കുള്ള പ്രധാന പ്രശ്നമാണ്. അതായത് ഇപ്പോൾ BJPക്ക് അറിയാം കാസ്റ്റ് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അതായത് BJPക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റിന് വീണ്ടും താഴോട്ട് പോകും എന്നുള്ളൊരു സംശയം. കാരണം ഈ കാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതായത് ഹിന്ദുക്കളിൽ തമ്മിൽ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടിനെ മൊത്തമായിട്ടും വോട്ട് ബാങ്കിനെ മൊത്തമായിട്ടും കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേര് BJPക്കും ഉണ്ട്. ഇനി ഇതിന്റെ നന്മകളും പ്രശ്നങ്ങളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ അതായത് ഡിഫറെന്റ് കാസ്റ്റും അതുപോലെ തന്നെ ഡിഫറെന്റ് റിലീജിയൻ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഈ കാസ്റ്റിലുള്ള ആൾക്കാരെ അതായത് ഇപ്പോൾ SC, ST വിഭാഗത്തിലുള്ള ആൾക്കാരെ പിന്നോട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ റിസർവേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതുകൊണ്ട് അതായത് 1931 നമ്മൾ കാസ്റ്റ് സെൻസസ് എടുത്തത്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു കാസ്റ്റ് സെൻസസ് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ എത്രമാത്രം പിന്നിലാണ്, അവർക്ക് വേണ്ടിയ പുതിയ സ്കീമുകളെല്ലാം തന്നെ കൊണ്ടുവരാൻ സാധ്യമാക്കാൻ പറ്റും. രണ്ടാമതെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന 29 സ്റ്റേറ്റിലെല്ലാം തന്നെ ഡിഫറെന്റ് കാസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കാസ്റ്റിലെല്ലാം തന്നെ പർട്ടിക്കുലർ ആയിട്ട് ഒരു കാസ്റ്റിന് മാത്രം ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ മോഡി ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇപ്പോൾ അടുത്ത ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും അവർക്ക് പറയാൻ പറ്റില്ല ഇത് ST വിഭാഗത്തിൽ മാത്രം അത്ര ഉള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പർട്ടിക്കുലർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല.
അതായത് കൊണ്ടുവരുന്ന സ്കീമിൽ ഒരു മുൻഗണന മാത്രമോ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് പിന്നോട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെയും ഡേറ്റയില്ല. കാരണം നമ്മൾ ഡേറ്റ എടുത്തത് 1931 അതിനുശേഷം നമ്മൾ ഈ കാസ്റ്റിനെ കുറിച്ച് കൂടുതലും ഫോക്കസ് ചെയ്തത് അത് കാസ്റ്റ് റിസർവേഷൻ മാത്രമോ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നന്മകളുണ്ട്. ഇനി ഇതിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഒരു കാസ്റ്റ് സെൻസസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ കൂടുതലായിട്ടും റേസിസം ഇതെല്ലാം തന്നെ കൂടാൻ സാധ്യതകളുണ്ട്. അതായത് പണ്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് ആൾക്കാരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഒഴിവാക്കാനാണ് ഒരു റിസർവേഷനും കൂടെ കൊണ്ടുവരികയും അതുപോലെ തന്നെ അവരെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് റിസർവേഷൻ ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വീണ്ടും കാസ്റ്റ് സെൻസസ് എടുക്കുകയാണെങ്കിൽ അതായത് ഇവിടെയുള്ള ഉയർന്ന ജാതിയുള്ള ആൾക്കാരെല്ലാം പറയും അവൻ പഠിച്ചിട്ടില്ല, അവൻ താഴ്ന്ന ജാതിയാണ്, അതുപോലെ തന്നെ അവൻ കറുപ്പാണ്, താഴ്ന്ന ജാതി. ഈ ഒരു ജാതി ഡിഫറൻസ് ഇന്ത്യയിൽ നിന്ന് എങ്ങനെയും ഒഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വീണ്ടും കാസ്റ്റ് സെൻസസ് എടുക്കുമ്പോഴും അതിൽ കുറച്ച് ഗുണങ്ങൾ കിട്ടുമ്പോഴും ആ ഒരു കാര്യത്തിലെല്ലാം തന്നെ വീണ്ടും ഈ റേസിസം കൂടാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് ഇപ്പോൾ UP ഇലക്ഷന് നമ്മൾ പറഞ്ഞു അയോധ്യയിൽ അതായത് പാർസി വിഭാഗത്തിലുള്ള ദളിത് നേതാവിനെയാണ് കൊണ്ടു നിർത്തിയത്. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് സെൻസസ് എടുക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം തന്നെ ഈ ഒരു സ്ഥലത്ത് അതായത് ഓരോ ഡെമോഗ്രഫിയിലും ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ ഒരു ജില്ലയിൽ അതായത് കൂടുതലായിട്ടും ദളിത് ആൾക്കാരെ ഉള്ളതെന്ന് ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ അവിടെ ഒരു ദളിത് നേതാവിനെ കൊണ്ടു നിർത്തും. അപ്പോൾ അവിടെ ഉള്ളത് 80% ദളിതും അതുപോലെ തന്നെ 20% OC ആൾക്കാരുമാണ് നിൽക്കുക. അപ്പോൾ ആൾക്കാർ എന്ത് വയ്ക്കും, അതായത് ഈ പാർട്ടികൾ തമ്മിൽ ഇവിടെ ഒരു യുദ്ധം നടക്കുകയും അതിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ദളിത് നേതാവിനെ മാത്രം അവിടെ നിർത്തും. കാരണം ഈ ദളിത് ആൾക്കാർ ദളിത് നേതാവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അപ്പോൾ ആ 20% OC ആൾക്കാരുടെ അവിടെ ഉള്ള വോയിസ് അവിടെ കട്ടാക്കുകയും അതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിൽ അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട നേതാവിനെയൊന്നും നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ കാസ്റ്റ് വൈസ് മാത്രമായിരിക്കും ഇന്ത്യയിൽ പിന്നെ മൊത്തം രാഷ്ട്രീയം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ചില ജാതിയിലുള്ള ആൾക്കാരെ അതായത് ഉയർന്ന ജാതികൾ കൂടുതലുള്ള സ്ഥലത്തെല്ലാം തന്നെ ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുടെ വോയിസ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി പോകും. അതുപോലെ തന്നെ താഴ്ന്ന ജാതി കൂടുതലുള്ള ആൾക്കാരെ അടുത്തെല്ലാം തന്നെ ഉയർന്ന ജാതികൾ ഇല്ലാണ്ടായി പോകും എന്ന് പറയും. അപ്പോൾ ഈ ഉയർന്ന താഴ്ന്ന എന്ന് പറയുന്നത് ഈ ജാതി ഡിഫറൻസ് ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഈ കാസ്റ്റ് സെൻസസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ജാതി ഡിഫറൻസ് വീണ്ടും ഇന്ത്യയിൽ വരാൻ സാധ്യതകളുണ്ട് എന്ന് പറയും. അതായത് ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര നന്മകളും അതുപോലെ തന്നെ ഇതിലൂടെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അത് യഥാർത്ഥത്തിൽ ഒരു ജാതി സെൻസസ് ആവശ്യമുണ്ടോ. കമന്റ് ബോക്സിൽ മെസ്സേജ്. സീ യു നെക്സ്റ്റ് വീഡിയോ.